നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഇനി മുന്നോട്ട് എന്തെന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളായിരിക്കും നെക്സ്റ്റ് 2023 നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവർ. വരാൻ പോകുന്ന JP'സിൻ്റെ ക്രാഷ് പ്രോഗ്രാം നമ്മൾ ഏപ്രിൽ മാസത്തോടു കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനം എന്നുള്ള രീതിയിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, കേരളത്തിലെ നമ്പർ 1 റിസൾട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ഇവിടെ വന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്താം. നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സാണ് JP'സിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത്. അടുത്ത വർഷം ഏറ്റവും ബെസ്റ്റ് റാങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് JP'സിലേക്ക് വരാം. മക്കളെ, നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അതായത് ഇപ്പോൾ +2 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ, അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ നീറ്റ് എക്സാമൊക്കെ എഴുതി അലോട്ട്മെൻറ്റിൽ അവസാന സമയങ്ങളിൽ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് അവസാന സമയം ചിലപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടാതെ പോയ കുട്ടികളുടെ കൂട്ടത്തിലുള്ളവരാണ്. എന്തോ ആവട്ടെ, എന്തായാലും ശരി, നിങ്ങളായിരിക്കും നെക്സ്റ്റ് 2023 നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവർ. ഇതുവരെ ഒരു കോച്ചിങ്ങിന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ, ഇനി മുന്നോട്ട് എന്തെന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ വരാൻ പോകുന്ന JP'സിൻ്റെ ക്രാഷ് പ്രോഗ്രാം നമ്മൾ ഏപ്രിൽ മാസത്തോടു കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ക്രാഷ് പ്രോഗ്രാമിൽ നമുക്ക് ഇവിടെ ഓഫ്ലൈനായിട്ട് 100 കുട്ടികൾക്ക് മാത്രമേ അവസരമുള്ളൂ. ഓൺലൈനായിട്ടുള്ള ബാച്ചിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഓഫ്ലൈൻ ബാച്ചിൻ്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ്. അപ്പം നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ഇവിടെ വന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്താം. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. ഇവിടെ നമ്മളിപ്പോൾ റിപ്പീറ്റർ ബാച്ച് ആണെങ്കിലും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡെയിലി 7.5 hour അല്ലെങ്കിൽ 8 hours നമുക്ക് ക്ലാസ്സാണ്. മോർണിംഗ് 8:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈവനിങ് 5:15 വരെ നമ്മുടെ ക്ലാസ് നീണ്ടു നിൽക്കും. അപ്പോൾ ഇതിനിടയിൽ നിങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ പൾസറിഞ്ഞ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സാണ് JP'സിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ബാച്ചിൽ തന്നെ 110 കുട്ടികളിൽ നിന്ന് 56 കുട്ടികൾക്ക് MBBS വാങ്ങിച്ചു കൊടുക്കാനും, രണ്ടാമത്തെ ബാച്ചിൽ 140 കുട്ടികളിൽ നിന്ന് ഇപ്പോൾ തന്നെ 65 മുകളിൽ MBBS എത്തിക്കാനും നമ്മുടെ JP'സിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് നമ്മുടെ ഇവിടെ മുന്നേ വന്നേക്കുന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരെ JP's എന്താണെന്ന് പോലും അറിയാതെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കുന്ന ഒരു കൂട്ടം പാരൻസിനുമാണ്. ഇപ്പോഴും ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കേരളത്തിൽ ശതമാനക്കണക്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, ഒരു മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനം എന്നുള്ള രീതിയിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, കേരളത്തിലെ നമ്പർ 1 റിസൾട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഉറപ്പായിട്ടും ധൈര്യത്തോടു കൂടെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഈ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് വീക്ക്ലി എക്സാംസ് ആയിരിക്കും കേട്ടോ. അപ്പം എക്സാമിന് ഒരു ദിവസത്തെ ലീവേ കാണും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എക്സാമാണ്. എല്ലാ മൺഡേയ്സിലും എക്സാം ഉണ്ടാവും. ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് നമ്മുടെ ഫൈനൽ നീറ്റിന് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഓരോ എക്സാംസും നന്നായിട്ട് എഴുതിയാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ കെയർ, ഇൻഡിവിജ്വൽ സപ്പോർട്ട് അത് ഉറപ്പായിട്ടും JP'സിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീക്ക്ലി എക്സാംസ് എഴുതി പോവും. നമ്മൾ അത് കഴിഞ്ഞ് ഈ ഒരു ചെറിയ ഡ്യൂറേഷൻ കൊണ്ട് നമ്മുടെ ഫുൾ ടോപ്പിക്സ് നമ്മൾ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് +1 +2 ഫുൾ ടോപ്പിക്സ് NCERT ബേസ്ഡ് ആയിട്ട്. വീണ്ടും എടുത്തു പറയാം കേട്ടോ, വെറുതെ കുറേ എന്താ പറയുക ഇവിടുത്തെ അധ്യാപകരുടെ അറിവ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ നിറയ്ക്കുന്ന സിസ്റ്റമൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വേണ്ടത് എന്തോ, എൻട്രൻസിന് ചോദിക്കുന്ന എന്തോ ആ കാര്യങ്ങൾ മാത്രം NCERT എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്ന എന്തോ അത് മാത്രം നിങ്ങൾക്ക് ഡെലിവർ ചെയ്യും. അതുമാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ കുറേ കാര്യങ്ങൾ നമ്മൾ കുത്തി നിറച്ചിട്ട് അവസാനം അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥയായിക്കൂടാ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ടൈമായിട്ട് എൻട്രൻസ് എഴുതാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിലും, ഇനി അതല്ല അടുത്ത വർഷം ഏറ്റവും ബെസ്റ്റ് റാങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് JP'സിലേക്ക് വരാം. സാധാരണക്കാരന് മനസ്സിലാവുന്ന ക്ലാസ്സുകളൊക്കെ തന്നെ ഇവിടെ കൊടുക്കുന്നത്. ഫിസിക്സ് പഠിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ബേസിക് മാത്സിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ തന്ന് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിസിക്സ് പറയുന്ന സബ്ജക്റ്റിലേക്ക് തന്നെ എൻ്റർ ചെയ്യുന്നത്. ഒപ്പം കെമിസ്ട്രിയിലാണെങ്കിൽ ഒരു കൂട്ടം അടിപൊളി ഫാക്കൽറ്റീസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു സബ്ജക്റ്റിലും ബയോളജി സൈഡിലാണെങ്കിൽ സോളജിയിലും ബോട്ടണിയിലും നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളുടെ ലൈഫിൽ എക്സാമ്പിൾസൊക്കെ വെച്ച് നിങ്ങളെ ഒപ്പം ആ ടീച്ചർമാർ നിന്നുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകും.
നിങ്ങൾ JP'sൻ്റെ മുന്നേ ഉണ്ടായിരുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അതൊക്കെ കണ്ടു നോക്കിയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടെ മുന്നേ പഠിച്ചിരിക്കുന്ന കുട്ടികളോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക എന്താണ് ഇവിടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരാം. ഈ വർഷം ഇവിടെ 500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ 500ഓളം കുട്ടികളിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയിട്ട് നാളെ നിങ്ങളെ മുന്നിലേക്ക് വരാൻ നമുക്കും ആഗ്രഹമുണ്ട്. അപ്പം അത് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ ഈ വർഷം അവസാന സമയമായപ്പം വന്ന് അഡ്മിഷൻസ് എടുക്കാൻ പറ്റാതെ നമുക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രാഷിന് ഇനി ഏത് രീതിയിലാണ് നമുക്ക് കുട്ടികൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 100 സ്റ്റുഡൻസിനെ എടുത്തിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഉറപ്പായിട്ടും അതിൽ നിങ്ങൾ JP'സിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് ഉറപ്പുവരുത്താം. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. ഒപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റിങ്ങൾക്ക് ഉറപ്പുവരുത്താം. ഓക്കെ മക്കളെ, അപ്പം പഠിത്തം ഇനി വൈകിക്കേണ്ട. എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ തുടങ്ങാം. കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു.